അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്യപ്പെടുന്നത്. അത് രാഷ്ട്രീയമായിട്ടുള്ള വലിയ അധാർമികതയും അഴിമതിയുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യാം. ശ്രീ രാജു പി നായർ, ഇവിടെ സർക്കാരിന്റെ നിലപാട് പരാതിയില്ല, കോഴ വാങ്ങിയതിനോ കൊടുത്തതിനോ തെളിവില്ല, ഇത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ കോലാഹലം, പിന്നെ ചില തൽപര കക്ഷികളുടെ ഇടപെടൽ. അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം വേണം, അത് പാർട്ടി അന്വേഷിച്ചാൽ പോരാ, പോലീസ് അന്വേഷിക്കണം എന്നാണല്ലോ. എന്ത് തെളിവ് കൊടുക്കാനുണ്ട് എന്നാണ് ജയ്ക്ക് ഈ ചർച്ചയിൽ ചോദിച്ചത്. അല്ല, ജയിക്കിന് മാത്രമായിട്ടൊരു മറുപടി പറയുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിൽ പഴയ ഒരു ഒപ്പം എന്ന് പറഞ്ഞൊരു സിനിമയിലുള്ളൊരു സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് ഈ ചെമ്പൻ വിനോദ് അവതരിപ്പിക്കുന്ന പോലീസിന്റെ കഥാപാത്രവും മാമുക്കോയെ അവതരിപ്പിക്കുന്ന സെക്യൂരിറ്റിയുടെ കഥാപാത്രവും ഉണ്ട്. അതിൽ മരണം കണ്ടത് ആരാണ് എന്നുള്ളൊരു ചോദിക്കുന്ന ഒരു സീനുണ്ട്. വളരെ രസകരമാണ്. ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതാണ് സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എവിടെയാണ് പരാതി എന്ന് ചോദിക്കുമ്പോൾ ആ പരാതിയെക്കുറിച്ച് എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടോ? ആ പരാതിയുടെ ബേസിൽ മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ പറയാണ് റിയാസിന് യാതൊരു പങ്കുമില്ല. ഇതാരാണ് റിയാസിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാര്യം ആരാ? റിയാസിന് പങ്കില്ല, പരാതി കണ്ടിട്ടില്ല, പക്ഷെ റിയാസിന് പങ്കില്ല. അതെങ്ങനെയാ സാധിക്കുക? പരാതി കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊരു അറിവില്ല, ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് കാണുന്നത്, പക്ഷെ റിയാസിന് പങ്കില്ല. CPM ഓഫീസിൽ റിയാസിന് പങ്കില്ല എന്ന് അടിക്കുന്ന DTPയുടെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിന്റെ പേരെടുത്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറയുന്ന റിയാസിന്റെ പേരെടുത്തിട്ട് പങ്കില്ല എന്ന് പറയുന്നതാണോ? നിങ്ങൾ പരാതി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ റിയാസിന് പങ്കില്ല എന്ന് നിങ്ങൾ ഇത് ചെയ്തത്? മനസ്സിലായില്ലേ? പിന്നെ CPM പ്രതിനിധി ചർച്ചയെ പറയണം, അഴിമതിയുടെ ലാഞ്ചന കണ്ടാൽ അപ്പൊ തന്നെ അത് നടപടിയെടുക്കുന്ന ഒരു സർക്കാരാണ്. ആരാണ് ഈ ലാഞ്ചന കണ്ടെത്തേണ്ടത്? അഴിമതിയുടെ ലാഞ്ചന ഉണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ അത് അന്വേഷണം നടത്തിയാലേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആ അന്വേഷണം വാർത്തകൾക്കനുസരിച്ച് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് പാർട്ടിയുടെ മുന്നിൽ നിൽക്കുന്ന പരാതിയാണ്. അത് സംബന്ധിച്ച് പല ഘടകങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ചകൾക്കെല്ലാം ശേഷവും 1.5 മാസമായിട്ടും ഈ പരാതി ഈ സംസ്ഥാനത്തെ വ്യവസ്ഥാപിത അന്വേഷണ സംവിധാനത്തിന് കൈമാറാൻ CPM തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? CPM പ്രതിനിധി ഇവിടെ പറയുന്നത് 24 ന്യൂസിനകത്ത് ഒരാളെ ഇതിനെ സംബന്ധിച്ച് പരാതി നടത്തിയാൽ അപ്പോൾ തന്നെ അത് പുറത്തു പറയുമോ എന്നുള്ളതാണ്. ഞാൻ ഗോപികൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ന്യൂസിൽ 24 ന്യൂസിൽ ഒരു ക്യാമറമാന്റെ പോസ്റ്റിംഗ് ഞാൻ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളുടെ നിന്ന് 2 ലക്ഷം രൂപ ഗോപികൃഷ്ണന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കുകയാണ്. അത് വിവരം പുറത്തേക്ക് വരുന്നതാണ്. ഗോപികൃഷ്ണൻ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, ഗോപികൃഷ്ണൻ ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസിലേക്ക് ഒരു പരാതി അയക്കും. എൻ്റെ പേരിൽ രാജു പി നായർ എന്ന് പറയുന്ന ഒരാൾ പണം മേടിച്ച് ആൾക്കാരെ പറ്റിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികൃഷ്ണൻ പരാതി കൊടുക്കും. എപ്പോഴാ? ഗോപികൃഷ്ണൻ ഒളിക്കാനൊന്നുമില്ലെങ്കിൽ, ഗോപികൃഷ്ണൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ഗോപികൃഷ്ണന് മടിയിൽ കനവില്ലെങ്കിൽ, സത്യസന്ധത ഉണ്ടെങ്കിൽ ഇത് ചെയ്യും. ഇത് 4ഉം ഇല്ലാത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആ ആരോപണങ്ങളെല്ലാം വെച്ചുകൊണ്ട് അതിന്റെ പുറത്ത് അടയിരിക്കുന്നത്. പിന്നെ CPM പ്രതിനിധി മറ്റൊന്നാണ്, വാർത്തകൾ കണ്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തു പറ്റി ഈ ജനാധിപത്യമൊക്കെ? ഇവര് ഗോപികൃഷ്ണനിടയ്ക്ക് ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. ദയവേത് നിങ്ങൾ ഇനി ആ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലെ ഇടതുപക്ഷത്തെ അപമാനിക്കരുത്. CPM ഇടതുപക്ഷം എന്ന് വിളിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായിട്ട് മാറി. ശ്രീ പിയേഴ്സൺ ഇവിടെ സൂചിപ്പിക്കുന്നല്ലോ, അതേ രീതിയിൽ തീവ്ര വലതുപക്ഷ കച്ചവട പാർട്ടിയായി മാറിക്കഴിഞ്ഞൊരു പാർട്ടിയാണ്. അതിനെ ഇടതുപക്ഷം നിങ്ങൾ വിശേഷിപ്പിക്കരുത് ദയവേത്. അപ്പോൾ അവിടെ പറയുകയാണ് CPM പ്രതിനിധിയോട് എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ഈ ചർച്ച കഴിയുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറയണം, പുതിയൊരു നിയമം കൊണ്ടുവരണം. എന്നിട്ട് പോലീസും വിജിലൻസ് ഉൾപ്പെടെ മുഴുവൻ സംവിധാനത്തിനും ഈ പ്രതിപക്ഷ നേതാവിനും കൂടി ഒരു സേനയെ ഉണ്ടാക്കാൻ പറയണം. ഈ രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും അത് പുറത്തു കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കുകയും അത് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും നിയമസഭയിൽ അന്വേഷണം ആവശ്യപ്പെടുകയും സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്ന പണിക്കാണ് പ്രതിപക്ഷം എന്ന സംഭവത്തിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അങ്ങോട്ടേക്ക് പോയോ ഇത്ര പെട്ടെന്ന്? നിങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യം അംഗീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടല്ലേ വന്നത്? ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? നിങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേക സേനയെ വെച്ച് അന്വേഷണം നടത്തി അതിൽ നിന്നുള്ള തെളിവെല്ലാം കണ്ടുപിടിച്ച് രേഖകളൊക്കെ എടുത്തു വെച്ചിട്ടാണോ അന്വേഷണം നടത്തുന്നത്? ആരോപണമുണ്ടായി, ആ ആരോപണത്തിൽ ഇവിടെ പറഞ്ഞത് തെറ്റാണ്.
ആരോപണത്തിൽ വ്യക്തമായി ആരാണ് എന്നറിയാം, എത്ര രൂപ കൈമാറി എന്നറിയാം. CPIയുടെ പ്രതിനിധി ചോദിച്ചത് ആര് കൊടുത്തു എന്നറിയാമോ, എത്ര കൊടുത്തു എന്നറിയാമോ? നിങ്ങൾ ഈ വാർത്തയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതെയാണോ ചർച്ചയ്ക്ക് വരുന്നത്? അത്രയ്ക്ക് വലിയ ഒരു മണ്ടത്തരം അങ്ങ് കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോ നിങ്ങൾ കള്ളം പറയുകയാണ്. ഇത് ആര് കൊടുത്തു, ആർക്ക് കൊടുത്തു, എത്ര കൊടുത്തു, എന്തായിരുന്നു ഓഫർ? ആ ഓഫർ നടക്കാതെ വന്നപ്പോൾ മറ്റൊരു ഓഫർ എന്ത് കൊടുത്തു? ശ്രീ രാജു പി നായർ, അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ പറഞ്ഞത് ഈ പണം, വാങ്ങിയ പണം തിരിച്ചു നൽകി സെറ്റിൽ ചെയ്യാനുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നത് എന്നാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണല്ലോ, എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം സഭയിൽ ഉന്നയിച്ചത്? ഗോപീഷ്ണൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഗോപീഷ്ണൻ അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് ഇത് പോലീസിന് കൊടുക്കുന്നില്ല? കാരണം പോലീസിന് ഇത് കൊടുത്താൽ ഈ സംഭവത്തിൽ ആരാണോ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് മൊഴിയെടുക്കേണ്ടി വരും. അങ്ങനെ മൊഴിയെടുത്താൽ അവർക്ക് പണം കൊടുത്തതിനെ സംബന്ധിച്ച് പറയാൻ കഴിയുമോ? ഇത് ഒന്നാമത് കൊടുക്കുന്നതും കുറ്റകരമാണ്, വാങ്ങുന്നതും കുറ്റകരമാണ്. അപ്പോൾ കൊടുത്തവരുടെ ഉദ്ദേശം എന്താ? പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി പണം തിരിച്ചു മേടിക്കണം. മേടിച്ചവരുടെ ഉദ്ദേശം എന്താ? ഈ പണം എങ്ങനെയെങ്കിലും കൊടുത്ത് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യണം. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു അന്വേഷണ സംവിധാനത്തിലേക്ക്, വിജിലൻസിലേക്കോ പോലീസിലേക്കോ അയച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ പുറകിൽ സെറ്റിൽമെന്റ് നടത്താൻ കഴിയുമോ? അതാണ് ഇതിനകത്തെ പ്രശ്നം. തട്ടിപ്പ് നടക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിലെ സർക്കാരിന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു. ശുദ്ധ തട്ടിപ്പുകാരായിട്ട് മാറിയിരിക്കുന്നു. ആൾക്കാരെ സമ്മർദ്ദത്തിലാക്കി പണം മേടിക്കുക, അത് വിഷയമാകുമ്പോൾ പണം തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യുന്ന കള്ളന്മാരുടെ സംഘമായിട്ട് കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു. ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ആവശ്യമുണ്ടോ? പിന്നെ PSCയുടെ അഭിമാനങ്ങളെ ആരാ കളഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ ഗോപീഷ്ണൻ, ഇവിടെ NCP പണം മേടിച്ചു എന്ന് പറഞ്ഞത് ആരാ? കോൺഗ്രസ് ആണോ, പ്രതിപക്ഷമായിരുന്നോ? മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഫോൺ കോൾ അല്ല ലീക്കായത്. NCP PSCക്ക് വേണ്ടിയിട്ട് പണം മേടിക്കുന്നു എന്ന് പറഞ്ഞത്. JDS പണം മേടിക്കുന്നതിനെ സംബന്ധിച്ച് വന്നതാര? ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ വേണ്ടി എല്ലാം തീരുമാനിച്ചതാണല്ലോ. അവസാനം മന്ത്രിയുടെ ഒബ്ജക്ഷൻ വന്ന് അദ്ദേഹത്തിന് മറ്റൊരാളെ വെക്കണമായിരുന്നു. അതിന്റെ പേരിലാണോ നടക്കാതെ പോയത്? INLന്റെ സംഭവം വന്നല്ലോ. ഇതെല്ലാം ആരാണ് PSCയെ കളങ്കപ്പെടുത്തുന്നത്? ഈ 3 വിഷയമുണ്ടായപ്പോൾ അത് അന്വേഷിച്ചതെങ്കിൽ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തെങ്കിൽ മറ്റൊരാള് അത്തരത്തിലുള്ള തട്ടിപ്പ് നടത്താൻ തയ്യാറാവുമോ? അപ്പൊ അത് നടത്താത്തത് ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ തട്ടിപ്പ് നടന്നു, തന്റെ പേരിൽ, റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേരിൽ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായിട്ടും അതിന് പരാതി കൊടുക്കാത്തത് അദ്ദേഹത്തിന്റെ കൂടെ അറിവോടുകൂടി നടന്ന തട്ടിപ്പാണെന്നുള്ളതിന്റെ നമുക്ക് ന്യായമായും സംശയിക്കാലോ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഗോപീഷിനോട് ചോദിച്ച ചോദ്യം ചോദിക്കുമല്ലോ, ആത്മാർത്ഥ